താങ്ക്സ് ചേട്ടാ. കുറേ നേരമാണ് നിൽക്കുകയാണല്ലേ? കുറേ നേരമാണ് ഇവിടെ നിൽക്കാൻ തുടങ്ങി. ആരും നിർത്തി തരുന്നില്ല. ഇവിടെ അങ്ങനെ നിർത്താറില്ല. കള്ളന്മാരും പിടിച്ചുപറിക്കാരൊക്കെ അല്ലേ തന്നല്ലേ? അതുകൊണ്ട് ആരും നിർത്തത്തില്ല. സ്വന്തക്കാരെ പോലും വിശ്വസിക്കാൻ പറ്റുന്ന കാലമാണ്, അതുകൊണ്ട് നിർത്താറില്ല. എന്തായാലും അല്ല, എനിക്ക് വേണ്ടി നിങ്ങൾ നിർത്തി തന്നല്ല, വളരെ ഉപകാരമാണ്. നിങ്ങളെ കണ്ടിട്ട് ഒരു മായാണെന്ന് തോന്നി, അതാ നിർത്തിയത്. അല്ലെങ്കിൽ നിർത്തൂല. നല്ലത്. എനിക്ക് കുറച്ച് അപ്പുറം നിർത്തിയത്. ആ മതി. വണ്ടി നാലർത്ഥ പോലെ നിന്റെ കഴുത്തിനെ പാർക്കും. വണ്ടി സ്പീഡിൽ ഓടിക്കണം. വണ്ടി സ്പീഡിൽ ഓടണം. നിനക്ക് കള്ളന്മാരെ കണ്ട ഒരു പുച്ഛമല്ലടാ. സ്പീഡിൽ പോവാ. എടാ സ്പീഡിൽ പോകാനാ പറഞ്ഞത്. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ സാർ. മോഷ്ടിച്ച് കൊണ്ടുപോയി സാർ. പ്ലീസ് ഹെൽപ്പ്. KL01 AY 7760. Please help sir. Okay sir. ഇത്രയും നേരം തള്ളി ഞാൻ സൂചിച്ചിരുന്ന് പോവാ. നീ ഇറങ്ങടേ. തള്ളടേ തള്ളടേ. മോഷ്ടിക്കുമ്പോൾ ഇങ്ങനെ മോഷ്ടിച്ചാൽ പറ്റില്ല. എടാ മോഷ്ടിക്കുമ്പോൾ കാര്യമായിട്ട് മോഷ്ടിക്കണം. എടാ ഞാൻ ഇവരോട് ഇന്ന് രാവിലെ പോയിട്ട് ഒരു ബൈക്ക് എടുത്തുണ്ടോ? എന്തെങ്കിലും നേട്ടം ഉണ്ടോ? എന്നിട്ടുള്ള നേട്ടം ഉണ്ടായി? ഒന്നുമില്ല. കൊടുത്തിട്ടുണ്ട്, കിട്ടും. എടാ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണം. അങ്ങനെ ഉള്ള തരത്തിലുള്ള മോഷണമാണ് നടത്തേണ്ടത്. അല്ലാതെ പിന്നെ നമ്മുടെ ചൊക്കി ചൊളിക്ക് മോഷണമൊന്നും ഒന്നും കിട്ടൂല. അങ്ങനെയാണെങ്കിൽ നീ ഒരു ഐഡിയ പറയും. നമുക്ക് കൊള്ളാന്നുള്ള ഐഡിയ ആണ് ബാങ്ക്. എടാ അവന് കാര്യങ്ങളറിയാം, സകലം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. എടാ അവൻ പറഞ്ഞ ഒരു ഐഡിയ ആണ്. എടാ ബാങ്കിൽ പോകണേം കാട്ടി ഈ ബാങ്കിലൊക്കെ ക്യാമറകളും വണ്ടി ചെന്ന് മറ്റേ പിടിച്ചതിന് അതുകൊണ്ട് ക്യാമറയുടെ മുന്നിൽ പെടാതെ കഴിഞ്ഞിട്ട് നമുക്ക് പുതിയൊരു ആലോചിച്ച് എന്ന് വെച്ചാൽ നമ്മൾ ഈ ബാങ്കിൽ നിന്ന് കാശ് എടുത്തുകൊണ്ട് വരുന്ന ആളുണ്ടല്ലോ, അയാളെ ഫോളോ ചെയ്യും. അയാളെ ഫോളോ ചെയ്യുമ്പോൾ അയാൾ എടുത്തിട്ടുള്ള കാശ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ക്യാമറയിലും പതിയത്തില്ല. ബുദ്ധിപരമായിട്ട് അങ്ങനെ ഒരു ഐഡിയയിലേക്ക് ഓക്കെ ആണോ? ആ അതാണെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചൂടെ? എന്നാൽ കൊടുക്കും. ഓക്കെ എന്നാൽ ഓക്കെ. അപ്പോൾ എവിടെ
അവനെ കൂടെ വിളിച്ചാലാ? ആ ഡേയ്, നീ എവിടെ ഉണ്ട്? അളിയാ, എവിടെ നിന്നാലും നമ്മൾ പറയണ സ്ഥലത്ത് വാ. ഒരു ഇരയെ കിട്ടിയിട്ടുണ്ട് അളിയാ. Una casta, minu pizra, chukwe. What, bro? എന്തരാണ് പറഞ്ഞത്? അണ്ണൻ കാണിച്ച ആക്ഷൻ ഒന്നുകൂടെ കാണിച്ചേ. മുമ്പേ നിൽക്കണ്ട, ഓടിക്കോ. എൻ്റെ പൊന്നണ്ണ, ഇതുപോലെ റിസ്ക് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ലണ്ണ. എൻ്റെ അമ്മേ, എൻ്റെ പല്ല്. ജീവിതത്തിൽ റിസ്ക് എടുത്താലേ വിജയങ്ങളുണ്ടെന്ന് മഹാഭാരതത്തിൽ ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. ആരാത്? രാവണ ആയിരിക്കും അണ്ണാ, ആയിരിക്കും. എന്തൊരടിയിലേ തെണ്ടി ഇടിച്ചത്. പോലീസുകാരെ പോലും എന്നെ ഇടിച്ചിട്ടില്ല. അമ്മേ. അണ്ണാ, ഈ വേദന മാറണമെങ്കിൽ ആ പൈസ എനിക്കത് കാണണമെന്നാ. തുറയണ തുറയണ.
ഹലോ അല്ലേ നീ എവിടെയാണ് ഇപ്പൊ നീ? എടാ ഇവിടെ വലിയൊരു സംഭവം ഉണ്ടായിടാ. ഇവിടെ 2-3 രൂപ വന്നിട്ട് എന്നെ അടിച്ചിട്ടിട്ട് എൻ്റെ പാഴ്സൽ എടുത്തോണ്ട് പോയടാ. ആരാണെന്ന് എനിക്ക് അറിയുന്നും കൂടെ. രാവിലെ ഞാൻ ബാങ്കിൽ പൈസ മാറാൻ പോയാണ്. എൻ്റെ 50,000 രൂപ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതെ 10,000 നോട്ട്, അതിന് 50,000 രൂപ ഉണ്ടായിരുന്നു. പേപ്പർ ഇറങ്ങിയിട്ട് എൻ്റെ ഡാറ്റ കഴിഞ്ഞാൽ അറിയാം. देश को भ्रष्टाचार और काले धन रूपी दिमक से मुक्त कराने के लिए एक और सख्त कदम उठाना जरूरी हो गया है। मध्यरात्रि यानी 8 नवंबर 2016 की रात्रि को 12 बजे से वर्तमान में जारी 500 रुपए और 1,000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे। ये मुद्राएं कानूनन अमान्य होगी। 500 और 1,000 रुपए के पुरानी नोटों के जरिए लेन देन की व्यवस्था आज नहीं होगी। काले धन और जाली नोट के कारोबार में लिप्त देश विरोधी और समाज विरोधी तत्वों के पास मौजूद 500 रुपये 1,000 रुपये के पुराने नोट अब केवल कागज के एक टुकड़े के समान रह जाएंगे।